ഹായ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രീമിയം ക്ലാസ് മാംഗോ ആയ ഹിമപസന്ത് എന്ന മാങ്ങയെക്കുറിച്ച്. ഇതിനെ പറ്റിയിട്ട് ഈ മാങ്ങയുടെ പ്രത്യേകതയുള്ള ഒരു മാങ്ങയാണ്. ഇതിന് എന്താ പറയുക, അത് സൗത്ത് ഇന്ത്യ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് നിന്ന് ഉത്ഭവിച്ചൊരു മാങ്ങയാണ്. അതേപോലെ തന്നെ പ്രീമിയം ക്ലാസ് മാംഗോ ആണ്. നല്ല മാർക്കറ്റ് ഡിമാൻഡുള്ള ഒരു മാങ്ങയാണ്. ശരിക്കും പഴയ രാജകീയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു റോയൽ വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈസ് വരിക ഒരു 400 ഗ്രാം ടു 800 ഗ്രാം വരെ ഇതിൻ്റെ സൈസ് വരും. അതേപോലെ തന്നെ ഇത് നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് ഉണ്ടാകുന്നൊരു മാങ്ങയാണ്. അതേപോലെ തന്നെ ട്രീ സൈസ് അത്യാവശ്യം സൈസ് വരും. അത്യാവശ്യം ഒരു ഭയങ്കര വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സ്പേസ് വേണം. അതേപോലെ തന്നെ വെൽ ഡ്രെയിൻഡ് സോയിലാണ് ഇതിന് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കാത്ത സ്ഥലം, നല്ല സൂര്യപ്രകാശവും കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് ഹിമപസന്ത്. ഇനി നമുക്ക് ഈ മാങ്ങ കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കട്ട് ചെയ്യാം. ഇതിന് സീഡ് വളരെ കുറവാകും, അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. അല്ല, ഫ്ലഷ് ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ടേസ്റ്റ് നല്ല സ്വീറ്റാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി, അത്യാവശ്യം നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റിലെ മാങ്ങ അല്ല, നല്ല ജ്യൂസിയാണ്, നല്ല സ്വീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഫൈബർ വളരെ കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മാങ്ങണേ. അതേപോലെ അതിൻ്റെ ഒരു എന്താ പറയുക, അധികം ഷെൽഫ് ലൈഫ് ഇല്ല എന്നാണ് ഈ മാർക്കറ്റിൽ. പക്ഷേ ഇതിൻ്റെയൊക്കെ തൈകളൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് നട്ടുപിടിക്കാൻ പറ്റും. ബെസ്റ്റ് മാങ്ങ നമുക്ക് മല്ലിക, കാലാപ്പാടി അതിൻ്റെയൊക്കെ ഒരു റേഞ്ചിൽ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ബെസ്റ്റ് മാങ്ങയാണിത്. മല്ലിക, കാലാപ്പാടി, ഹിമപസന്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് മാങ്ങകളാണ്. അതിലൊന്നാണ് ഹിമപസന്ത്. ഇതുണ്ടോ, അതിൻ്റെ സീഡാണ്. സീഡ് വളരെ ചെറുതാവും, അതതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ മാങ്ങ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ടിപ്സ് എന്താ വെച്ചാൽ ഇതിൻ്റെ സീഡ് ഒന്ന് ചെറുതായിരിക്കും. അതേപോലെ തന്നെ നല്ല മധുരവും നല്ല സ്വീറ്റ് ഉണ്ടാവും. ഈ മാങ്ങൻ്റെ ഷേപ്പ് എപ്പോഴും പെർഫെക്റ്റ് യൂണിഫോം ആയിരിക്കില്ല, ഓരോ ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഫ്ലഷ് വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ഒരു യെല്ലോയിഷ് കളറും കൂടി കൂടിയതാണ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ. ഒറിജിനൽ ആണോ അല്ലേ എന്ന് നമുക്ക് നോക്കാൻ പറ്റിയ മാർഗ്ഗങ്ങൾ.